ഓൺലൈൻ പാപ്പരാസികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചലച്ചിത്ര പ്രവർത്തകൻ സാബുമോൻ അബ്ദുസമദ്. സിനിമാ താരങ്ങളുടെയും പ്രശസ്തരുടെയും പിന്നാലെ നടന്ന വീഡിയോ പകർത്തുന്ന സംഘങ്ങൾക്കെതിരെയാണ് സാബുമോൻ രംഗത്തെത്തിയത്. ഓൺലൈൻ മാധ്യമ പ്രവർത്തനം എന്ന പേരിലാണ് ഇവർ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത്. എന്നാൽ തിരിഞ്ഞു നിന്ന് ഇവരുടെ വീഡിയോ എടുത്തപ്പോൾ മുഖം മറിച്ച് ഓടിത്തള്ളിയെന്നും സാബുമോൻ പറഞ്ഞു. നീ എന്തിനാ ഒളിക്കുന്നേ? ഇവന്മാരെ ഇപ്പോഴേ കാണാൻ കിട്ടുള്ളൂ. എന്റെ മുഖം എടുത്തിട്ടേ പോകുള്ളൂ. അത് ശരി, നന്നായിട്ടുണ്ട്. അതെ അതെ, അത് ഒന്നുമില്ല, വേറെ ഒന്നുമല്ല. നിങ്ങളെയൊക്കെ ഇപ്പോഴേ ഒരുമിച്ച് കിട്ടുള്ളൂ. മുഖംമൂടിയുണ്ട്, മുഖംമൂടിയുണ്ട്. ഇതാണ് റിസപ്ഷൻ, ഇതല്ലേ കല്യാണം. ഇവിടെ ഒരാൾ ഓടി. എങ്ങനുണ്ട് കല്യാണം? എങ്ങനുണ്ട് റിസപ്ഷൻ? എങ്ങനുണ്ട് റിസപ്ഷൻ? എങ്ങനെയുണ്ട് റിസപ്ഷൻ? എങ്ങനെയുണ്ട്? അത് നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിയുണ്ടോ? നിങ്ങളല്ലേ സെലിബ്രിറ്റി? അല്ലല്ലല്ലേ, നിങ്ങളെ ഞാൻ പറയുന്ന പാപ്പരാസീസ് ആണ്. അപ്പൊ നിങ്ങള് പാപ്പരാസീസ് ഓൾസോ സെലിബ്രിറ്റീസ്. നീ നീലക്കോയിലാണ്. നീയാണോ നീലക്കോയില്? നീ എന്തിനാടാ ഇതിന്റെ ഇടയിൽ? ഞാൻ പാപ്പരസിലെ പോകേണ്ടി പിന്നെ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ നീ എന്തിനോ? ഇല്ല, ഞാൻ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോ കാണാറുണ്ട്. വിവരങ്ങളുമായി സുജിത് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. സുജിത്ത്, ഇപ്പോൾ ഇത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസം അല്ല, ലോകവ്യാപകമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷെ അത് കേരളത്തിലേക്കും വളരെ സജീവമായി എത്തി. മുഖമില്ലാതെ നിന്ന് ആളുകളുടെ സ്വകാര്യതയിലേക്ക് ഏത് വിധത്തിലും കടന്നു കയറാൻ ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് എന്ന പേരിലാണ് ഇവർ, ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകനായി എന്ന് സ്വയം അവകാശപ്പെട്ടാണ് ഇവർ ചലച്ചിത്ര താരങ്ങളുടെ, സെലിബ്രിറ്റികളുടെ എല്ലാം സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് എന്ന് നമുക്കറിയാം. സാബുമോൻ എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? പിന്നിൽ സാബുമോൻ ഇപ്പോൾ പറഞ്ഞ നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ നിങ്ങൾക്ക് ഭയമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. മലയാള സിനിമയുടെയും മലയാള വിനോദ വ്യവസായത്തിൻ്റെയും അകത്തല്ല, പുറത്ത് അതിൻ്റെ പ്രാന്തങ്ങളിൽ കഴിഞ്ഞ കുറേ കാലമായി കാണുന്ന ഒരു പ്രവണത, ഒരു മോശം പ്രവണത, ഒരു അശ്ലീല പ്രവണത, ഒരു പുഴുക്കുത്തിനെ ഇതാദ്യമായി ഒരുപക്ഷെ പ്രശസ്തനായ ഒരു അറിയപ്പെടുന്ന കലാകാരൻ നേരിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. സാബുമോൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ സാബുമോൻ, സ്വകാര്യത മാനിക്കാത്ത വിധത്തിൽ സെലിബ്രിറ്റിയാണ് എന്ന പേരിൽ ഏത് വിധേനയും അവരുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ പകർത്താം, അവർ തടഞ്ഞാലും പകർത്താം എന്നൊരു ധാർഷ്ട്യം ഇത്തരം ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് പലയിടങ്ങളിൽ നിന്ന് താങ്കൾ ഉൾപ്പെടെ സഹപ്രവർത്തകർ പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഞാനൊരു ഫംഗ്ഷന് പോയപ്പോൾ ഇത് എനിക്കെതിരെയുള്ള ഒരു ആക്രമണം വന്നതുകൊണ്ടൊന്നുമല്ല. ഞാൻ പൊതുവിൽ ഇത്തരത്തിലുള്ള ഈ പാപ്പരാസികളെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുന്ന ഒരാളാണ്. അപ്പൊ അവരെ കൂട്ടത്തോട് കിട്ടിയപ്പോ കാരണം ഇവർക്ക് മുഖമില്ലല്ലോ. ഇവര് പല ആംഗിളുകളിൽ വീഡിയോ ഷൂട്ട് ചെയ്യുക, വളരെ അരോചകമായ ചോദ്യങ്ങൾ ചോദിക്കുക, ഉചിതമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക, വൃത്തികേടുകൾ ചോദിക്കുക, ഇതൊക്കെ കൊണ്ടു നടക്കുന്നവരാണല്ലോ. അപ്പൊ ഇവര് ആരാണ് എന്നുള്ളത് നാട്ടുകാരെന്ന് അറിയട്ടെ എന്നുള്ളതിന്റെ പേരിൽ ഞാൻ എടുത്തിട്ടതാണ്. ശ്രീ സാബുമോൻ, ഇവർ പലപ്പോഴും ഇവരുടെ ഐഡന്റിറ്റി പ്രദർശിപ്പിക്കാതെ തന്നെ പറയുന്ന ഒരു കാര്യം ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ളതാണ്. പക്ഷേ മാധ്യമങ്ങൾ ഇവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ലൈസൻസ്ഡ് ആയിട്ടുള്ള, സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടുള്ള മാധ്യമങ്ങളാണ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ. പക്ഷേ മാധ്യമ പ്രവർത്തനം എന്ന പേരിലാണ് ഒരു മൊബൈലുമായി ഇവരെല്ലാവരുടെയും പുറകെ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ല, അതെങ്ങനെ ശരിയാകുന്നത്? ഈ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടല്ലല്ലോ. കാര്യം മാധ്യമ പ്രവർത്തനത്തിന് അതിനൊരു ചട്ടക്കൂടും ഒരു പ്രവർത്തന മേഖലയും ഒക്കെ ഉണ്ടല്ലോ. ഇത് ഈ പറയുന്ന പോലെ ഈ ടെക്നോളജിയുടെ ഒരു കടന്നുവരവോടുകൂടി ഒരു മൊബൈൽ ഫോൺ ക്യാമറ കയ്യിലുള്ളവരെല്ലാം അവര് സ്വയം വിശേഷിപ്പിക്കുന്ന മീഡിയയാണ്, ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ളതാണ്. പക്ഷെ അവരെന്ത് മാധ്യമ പ്രവർത്തനമാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ശ്രീ സാബുമോൻ, അവിടെ ഒരു പ്രശ്നമുള്ളത് ഈ സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരില്ലേ? ഉണ്ട്, പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട്, പ്രോത്സാഹിപ്പിക്കാത്ത ആളുകളുമുണ്ട്. നമ്മൾ നോക്കിയാൽ മതി. കാര്യം കുറച്ച് ആളുകൾ മാത്രമേ ഇവർക്ക് വളം വെച്ച് കൊടുക്കാറുള്ളൂ, ബാക്കിയുള്ളവർ ഒഴിഞ്ഞുമാറി പോകാറാണ് പതിവ്. പിന്നെ സിനിമ കാണാൻ ചെല്ലുമ്പോഴോ പൊതുവേദികളിലോ ഒക്കെ ഇരിക്കുമ്പോഴാണ് ഇവർ ഇത്തരം പരിപാടികൾ ഒപ്പിച്ചു വയ്ക്കുന്നത്.
അല്ലെ എല്ലാവരും ഒന്നും ഇവരുമായിട്ട് സഹകരിക്കുന്നവരൊന്നും അല്ല. അല്ല, എല്ലാവരെയും നമ്മൾ അങ്ങനെ അടച്ചു പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രവണതയുണ്ട്. മാത്രമല്ല, ഈ ഫിലിം പ്രൊമോഷന്റെ ഭാഗമായി കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തകർ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ തന്നെ ഇവരെ ക്ഷണിക്കുന്ന ഒരു പ്രവണത ഇല്ലേ പൊതുവിൽ? അല്ല, ഉണ്ട്. അത് ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവോയ്ഡ് ചെയ്യേണ്ട ആളുകളെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ് എന്നുള്ളത്. ഇപ്പൊ എന്നെ കൊണ്ട് ശബ്ദം ഉയർത്തുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനകളുടെയും ഭാഗമല്ല. പക്ഷെ സംഘടനകളോട് പെട്ട ആളുകളോട് ഞാൻ പറയാറുണ്ട്, പരമാവധി ഇത്തരം ആളുകളെ അകറ്റി നിർത്തുക എന്നുള്ളത്. പിന്നെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായി ചിലപ്പോൾ അവരും എന്താ പറയുന്ന ഒരു പ്രഷറിലായി പോണോണ്ടായിരിക്കും ഇവരെ ഈ അഴുക്കുകളെ ചുമക്കേണ്ടി വരുന്നത്. ശ്രീ സാബുമോൻ, ഇവിടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ താങ്കൾ അവിടെ താങ്കളുടെ എതിർപ്പ് അറിയിക്കുകയാണ് എന്ന് അറിയുമ്പോഴും അതൊരു തമാശ രൂപേണയാണ് പലരും അതിനെ എടുക്കുന്നത്. ആ മൊബൈലുമായി നിൽക്കുന്ന പല സുഹൃത്തുക്കളും അതിനെ എടുക്കുന്നത് തമാശ രൂപേണയാണ്. അല്ല, എന്താണെന്നറിയാമോ, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, ഞാൻ ക്യാമറ ഓൺ ചെയ്തതും അതിൽ കുറെ ആളുകൾ മുഖം പൊത്തി ഓടി ഒളിക്കുകയാണ്. അതെന്താ ഇവരിപ്പോ മാധ്യമ പ്രവർത്തകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇവർക്ക് എന്തുകൊണ്ടാണ് തിരിച്ചൊരു ക്യാമറയെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തവർ? നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകരല്ലേ? നിങ്ങൾ പല സമയങ്ങളിലും നിങ്ങളെ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി തന്നെയല്ലേ? അപ്പൊ നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി വരില്ലേ? ആ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത മനുഷ്യരാണ്. ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക, അതിനകത്ത് ഓടിക്കളയാണ്, മുഖംമൂടി വെച്ച് ഓടുകയാണ് ആളുകൾ. അതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഉറപ്പായും അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് താങ്കൾ ഉയർത്തുന്നത്. വളരെ നന്ദി ശ്രീ സാബുമോൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. സുജിത് ചന്ദ്രൻ നമുക്കൊപ്പം ഒരിക്കൽ കൂടി തുടരുന്നുണ്ട്. സുജിത്ത്, ഇപ്പോൾ സാബുമോൻ പറഞ്ഞതാണ് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ അവർക്ക് താല്പര്യമില്ല, പക്ഷേ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഏതു വിധത്തിലും കടന്നു കയറാം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വനിതാ തിയേറ്ററിന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ഓൺലൈൻ റിവ്യൂവേഴ്സ് എന്ന് സ്വയം പറയുന്ന ആളുകളെ പുറത്താക്കേണ്ടി വന്നു. സാബുമോൻ പറഞ്ഞത് വളരെ വ്യക്തമാണല്ലോ, അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ. അതായത് ഇവർ വരുന്നത്, ഇവർ ഒരു മൊബൈൽ ഫോണോ ഒരു മൈക്രോഫോണും കയ്യിലുണ്ടെങ്കിൽ, മൈക്രോഫോൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു മൊബൈൽ ഫോണുമായിട്ട് വരുന്നു, ഏതെങ്കിലും പ്രത്യേക ആംഗിളുകളിൽ ക്യാമറ വെക്കുന്നു, ഈ പ്രശസ്തരുടെയോ അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെയോ മറ്റേതെങ്കിലും തരത്തിൽ പ്രശസ്തരായ ആളുകളുടെ ഒരല്പം വസ്ത്രം മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവർ ഓൺലൈൻ മീഡിയകളിലേക്ക് ഇത് കണ്ടോ എന്നുള്ള മാതിരി ഇട്ടു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്.